നല്ല വിശന്നിരിക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കിട്ടിയാൽ മതി കേട്ടോ. ദാഹവും വിശപ്പൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂണ് സബ്ജ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ബ്ലാക്ക് കസ്കസ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു സോസ് പാനിൽ ഒരു 2 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് സേമിയ കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. സേമിയ ഞാനിവിടെ വറുത്ത സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്തതായി ഇതുപോലെ അങ്ങ് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ വെള്ളക്കൂറ്റി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള മധുരമുള്ള മാങ്ങ എടുക്കുക. തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്കൂപ്പ് മാംഗോ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണ് കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ലൂസാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു സബ്ജ സീഡ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നട്ട്സ് ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാം കുറച്ച് ചോപ്പ് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. പിന്നെ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്